ഹലോ, നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 30 ആണ്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വെയിറ്റ് 84.1 സെയിം ആണ്, സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നാളെ നോക്കാം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇതുപോലെയുള്ള കുറേ അലർജിക് ഇഷ്യൂസ് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായല്ലേ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഒന്നും പറയണ്ട, ഈ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് എന്നെ മാറിയ ശേഷം എപ്പോൾ നോക്കിയാലും ശ്വാസം മുട്ടലും ജലദോഷവും എനിക്ക് അലർജിക് ഇഷ്യൂസ് ഒക്കെയാണ്. അങ്ങനെ അലർജിക് ഇഷ്യൂസ് ആയിട്ട് അന്ന് മുതൽ 1-ാം തീയതി ഇവിടെ മാറിയതാണ് പുതിയ റൂമിലേക്ക്, പുതിയ ഫ്ലാറ്റിലേക്ക്. അന്ന് മുതൽ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ വെച്ച് സോഫയിൽ നിന്ന് പൊടി വെട്ടിയാണെന്ന് വെച്ച് സോഫ ഫുള്ള് ക്ലീൻ ചെയ്യിപ്പിച്ചു. ഇനി എ സിയിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്കറിയില്ല, ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം കൊണ്ടാവാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. സ്റ്റാർട്ടിംഗ് വെയിറ്റ് 86.9 ആയിരുന്നു, ഇനി 84.1 ആയിട്ടുണ്ട്. തടിയൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. പക്ഷേ ഞാൻ വർക്കൗട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, വർക്കൗട്ട് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറുള്ളൂ. എന്തായാലും സമയമില്ല, കാരണം മറ്റന്നാൾ ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ നിർത്തിപ്പിക്കണം. അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല. എൻ്റെ അച്ഛൻ്റെ അത്രയും ഫ്രണ്ട്സാണെന്ന് പറയുമ്പോൾ, പിന്നെ അവിടുന്ന് ഫ്രണ്ട്സാണെന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റും. കാരണം അച്ഛൻ അങ്ങനെയാണല്ലോ, അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇപ്പം എല്ലാം ഒതുക്കി വെക്കണം. ചിലപ്പോൾ കാര്യങ്ങൾ ഡ്രസ്സ് എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ഒതുക്കി വെച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് പൊടിയെല്ലാം തട്ടി എടുക്കണം. അപ്പോൾ അത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആദ്യം വാം വാട്ടർ കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ദോശയും ചെറുപയറും, പിന്നെ കുറച്ച് ചായ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ചോറെടുത്തു, ചെറുപയറുണ്ടായിരുന്നു, ഒരു ഓംലെറ്റ് ആക്കി അച്ചാർ എടുത്തു. ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ഫുൾ അലങ്കോലമാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, കാരണം പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയാണ്. ഒന്നാമത് എൻ്റെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനും കേടായി. കാരണം ഞങ്ങൾ വന്ന സമയത്ത് നമ്മളത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് എല്ലാം കിട്ടും. അതുപോലെ ഖത്തറിൽ നമ്മളിവിടെ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് 1 മാസം 1.5 മാസം കഴിയുമ്പോഴേക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. വാഷിംഗ് മെഷീൻ്റെ സ്പിന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ കാട്ടി നല്ലത് പുതിയതൊന്നും വാങ്ങിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ റമദാൻ ഓഫർ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാൾ അറിഞ്ഞിട്ട് വാങ്ങിക്കണം. ഞാനും മക്കളാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് അത്യാവശ്യമാണ്. പാലൊക്കെ കേടായിപ്പോൾ ഫുൾ ടൈം ഇവിടെ എ സി ഇട്ട് നിൽക്കാനും പറ്റില്ല. ആരും ഇല്ലെങ്കിൽ ഫുൾ ടൈം എ സി ഇടാനും പറ്റത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഫുൾ ടൈം ടിഷ്യൂ മരുന്നാണെങ്കിൽ വേറെ എന്താ ചെയ്യേണ്ടത്. അപ്പം ഖത്തറിൽ ഇതുപോലെ ആസ്മാറ്റിക്കിൻ്റെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലർജിക് ഇഷ്യൂസ് നിങ്ങൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തരണം കേട്ടോ. കാരണം ഇതും കൊണ്ട് എനിക്ക് ഇനിയും നാട്ടിൽ പോകാൻ 2-3 മാസമുണ്ട്. അതുവരെ കൈയല്ല പിടിച്ചേക്കാൻ. അപ്പം നല്ല ഡോക്ടേഴ്സ്, നമ്മുടെ ആസ്മയും നമ്മുടെ ഈ അലർജിക് ഇഷ്യൂസ് മാറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സമയം 3:40. ലഞ്ചോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ചിലപ്പോൾ വൈകിട്ട് ഒരു 5 മണിക്കങ്ങാനും ഞാൻ ഇത്തിരി ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കും. പാല് മാക്സിമം ഞാനിപ്പം കുറച്ച് ഒഴിവാക്കാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഒതുക്കി കൊണ്ടുവരണം കേട്ടോ. ഈ പിള്ളേരുടെ ഡ്രസ്സെല്ലാം നമ്മൾ എത്ര മടക്കി വെച്ചാലും വീണ്ടും ഓരോന്നിങ്ങനെ വലിക്കും, എല്ലാം അതുപോലെ തകരാറാവും. മാസ്ക് വെച്ചിട്ട് എല്ലാ കാര്യം ചെയ്യില്ല. അത്ര പോലും പൊടി തൊട്ടിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടലിൻ്റെ അങ്ങേ അറ്റാണ്. അപ്പോൾ ഇവിടെ എ സി നോക്കട്ടെ. എ സിന്ന് വല്ല പൊടി വെച്ചിട്ടാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും അത് നോക്കട്ടെ. കാരണം ഗസ്റ്റെല്ലാം വരുമ്പോഴത്തേക്ക് ഈ അസുഖം വെച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ടല്ല. ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനിയും എന്തൊക്കെയോ അടുക്കി പെറുക്കി വെക്കാനുണ്ട്. അറിയാലോ, കുട്ടികളുടെ വീടാകുമ്പോൾ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളതെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇനി കിച്ചൺ കുറച്ചുകൂടി നീറ്റാക്കാറുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ എണീക്കാറുണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്ന ടിഷ്യൂ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഡെയിലി റെഗുലർ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കട്ടെ, ഇൻഷാ അല്ലാ. എന്തായാലും എല്ലാവർക്കും നല്ലത്.